കൊച്ചായി വരുമ്പോൾ ഞാനായാലും കീത്താലും ഓടി ചെന്ന് അടുത്തിരിക്കും. അതിപ്പോൾ ഞങ്ങൾ ചെന്നില്ലെങ്കിലും കൊച്ചായി ഞങ്ങൾ എടുത്തേക്ക് വരും വെളിച്ചെണ്ണ പറ്റി തരാനും തലക്ക് മസാജ് ചെയ്യാനും. പിള്ളേരിങ്ങനെ നോക്കിയിരിക്കണമെന്നറിയോ. ഉയിര് സിനിമയിൽ ഈ സ്റ്റാർട്ടിങ് സീൻ കണ്ടപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മേ ഇതിങ്ങനെ മസാജ് ചെയ്ത് കിട്ടുമ്പോഴത്തെ ഒരു സുഖം വേറെ ഒന്നുമില്ല. രാത്രിയാണ് കേട്ടോ ഞാൻ തലയിൽ വെളിച്ചെണ്ണ പറ്റണത്. ഇന്ന് രാത്രി തന്നെ കുളിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഡാൻസ് പ്രാക്ടീസും ഉണ്ട്. ഞങ്ങളുടെ സീനിയർ ആണല്ലോ പാറു. അപ്പോൾ ഞങ്ങളുടെ കുറേ തെറ്റുകളൊക്കെ പാറു നമുക്ക് പറഞ്ഞു തരും. അവൾ കളിച്ചൊക്കെ കാണിച്ചു തരുവേ. ഇനി പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്ന സമയമാണ്. ചീരയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. ശാലിക്കൊച്ചയുള്ള ദിവസമൊക്കെ പാറുക്കുട്ടിക്ക് ശാലിക്കൊച്ചയായിട്ടൊക്കെ കൊടുത്തിരുന്നത്. നാളേക്ക് ഇതേ കടല വെള്ളത്തിലിട്ടിട്ട് നമ്മളിതേ ചോറുണ്ണാൻ പോയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ അച്ചാറൊക്കെ കൂട്ടി ചോറിന് ഭയങ്കര ഇഷ്ടം. ഇപ്പം തന്നെയല്ലേ കഴിച്ചത്, അതൊക്കെ ഒന്ന് ദഹിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാത്റൂമിൽ കയറി കുറച്ച് പണിയുണ്ട് കേട്ടോ. ഈ ഒരു ഓർഗനൈസറാണ് ഞാൻ ആദ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചിരുന്നത് കേട്ടോ. അതൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ വാളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഫ്ലോറും വാളും ഒരേപോലെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ് കേട്ടോ ഇത്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് മേടിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നമ്മൾ തോക്കണ്ട. ഇതാണ് ഞാൻ മറ്റേതിന് പകരം വാങ്ങിച്ചൊരു ഓർഗനൈസർ. എല്ലാതും ഒരു സ്പേസിൽ തന്നെ സെറ്റ് ആയിക്കോളും. സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാപ്കിനൊക്കെ വെക്കുന്ന ഈ ഒരു ബോക്സാണ്. അതവിടെ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് തോർത്തൊക്കെ ഞാത്താൻ പറ്റുന്ന സാധനം ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അത് അവിടെ നിന്ന് മാറ്റാമെന്ന്. ഈ സ്റ്റിക്കർ ഒരുപാട് പേര് പറഞ്ഞു ഉരിഞ്ഞു പോരുന്നുണ്ടത്. പക്ഷേ എൻ്റെ ബാത്റൂമിൽ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ഇരുന്നിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള ടൈൽസിൽ വെക്കണം, നനവില്ലാത്തടത്ത് വെക്കണം, അത്ര മാത്രം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിക്കറുമ്മലാണ് ഞാൻ ഈ ഒരു ഓർഗനൈസർ വെച്ചിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും ഉണ്ടാവേണ്ട സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇത് ബ്രഷും പേസ്റ്റൊക്കെ വെക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പം മേലയിൽ ഇപ്പോൾ ഞാനും ഏട്ടനും മാത്രം ബ്രഷ് ചെയ്യാറുള്ളൂ. പിള്ളേരൊക്കെ താഴെയാണ്. അപ്പോൾ ഇതിൻ്റെ മാത്രം ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഇതിലാദ്യം വെച്ചിരുന്ന ആ ഒരു ഓർഗനൈസറിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. പക്ഷേ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ. ആ സാധനങ്ങളെല്ലാം ഞാൻ താഴത്തെ ബാത്റൂമിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ്. ബ്രഷ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഗ്ലാസ് വയ്ക്കാം. കാണാനും നല്ല രസമുണ്ട്. ഇപ്പുറത്തെ സ്റ്റിക്കർ ഉരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. പിന്നെ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനി എന്തെങ്കിലും വെക്കേണ്ടി വന്നാലോ. നെക്സ്റ്റ് ബക്കറ്റാണ്. ഞാൻ വന്ന കാലം തൊട്ട് ഒരു മഞ്ഞ ബക്കറ്റാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിന് പകരം ഈ 2 ബക്കറ്റ് കോംബോയിൽ കിട്ടിയതാണ് വിത്ത് കപ്പും കൂടി ഉള്ളത്. ഓൾറെഡി നമ്മുടെ റൂമിൽ ഇങ്ങനെ എല്ലാതും ഞാത്തിടാനായിട്ടുള്ളൊരു സ്റ്റിക്ക് ഉണ്ട്. അതിൻ്റെ തൊട്ട് മേലായിട്ടാണ് ഞാൻ വെച്ചത്. ഇതിൽ വെയിറ്റ് ഉള്ളതൊന്നും ഇടാൻ പറ്റില്ല. തോർത്ത് അണ്ടർമട്ടർ സാധനങ്ങളൊക്കെ നമുക്ക് ഇടാൻ പറ്റും. റൂമിൽ നമുക്ക് വെക്കാം. അപ്പോൾ എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് പോയിട്ട് കുളിക്കട്ടെ.